ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു മോർണിംഗ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ രാവിലെ ഇന്ന് പത്തിരിയില്ലേ, കല്ലുമ്മ പരത്തുന്ന പത്തിരിയാണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തത്. നോക്കുമ്പോൾ അതിന് പൊടി കുറവായിരുന്നു. പത്തിരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ പൊടി കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ തലേന്നേ ഞാൻ കുറച്ച് പുഴുങ്ങലരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പൊടിയും ബാക്കിയുണ്ട്. രണ്ടും കൂടി മിക്സാക്കിയിട്ടാണ് പത്തിരി ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് പെരുന്നാളാണ്. ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാർക്ക്. അപ്പോൾ കുതിർത്ത് വെച്ച അരി ഒന്ന് നന്നായി കഴുകിയെടുക്കുകയാണ് ഞാൻ. പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് എളുപ്പത്തിൽ കഴിയുന്ന പരിപാടിയാണ് ഈ പത്തിരി ഉണ്ടാക്കൽ. നെയ്യിലിട്ട പത്തിരിയല്ല, കല്ലുമല പരത്തിയെടുക്കുന്ന പത്തിരി. നമുക്ക് പത്തിരി ഇപ്പോൾ പല വിധത്തിലുണ്ടാക്കാം. അപ്പോൾ അരിയൊക്കെ കഴുകിയെടുത്തതിന് ശേഷം ഇനിയിപ്പോൾ കുറച്ച് തേങ്ങയും ചെറിയ ഉള്ളിയും പെരിഞ്ചീരകം ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളി ഇടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ നോക്കുമ്പോൾ വീട്ടിലെ ചെറിയ ഉള്ളി തീർന്നു പോയിരുന്നു. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ പെരിഞ്ചീരകവും തേങ്ങയും ഈ അരിയിലേക്ക് ചേർത്തിട്ടാണ് അരക്കാൻ പോകുന്നത്. അധികം വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക. പിന്നെ കുറച്ച് പൊടി ബാക്കിയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ പൊടിയും കൂടി ഇതിപ്പോൾ അരച്ചെടുക്കുമ്പോൾ എന്തായാലും കുറച്ച് ലൂസായിട്ടായിരിക്കും നമുക്ക് കിട്ടുക, കുറച്ച് വെള്ളമൊക്കെ ചേർക്കുന്നതുകൊണ്ട്. അപ്പോൾ കയ്യിലുള്ള പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇപ്പോൾ അരച്ച് കഴിഞ്ഞതിന് ശേഷം ആ പൊടിയും കൂടി ചേർത്ത് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായി ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ആദ്യം ഞാനിത് അരച്ചെടുക്കട്ടെ. ഇനി അരച്ചു വെച്ച മാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇതിലേക്ക് പൊടി ചേർത്ത് ഒന്നുകൂടി ടൈറ്റാക്കി, ലൂസാണെങ്കിൽ ഒന്നുകൂടി ടൈറ്റാക്കി മാവ് എടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കാൻ മറന്നു പോകരുത്. കാരണം ഞാനിപ്പോൾ അരക്കുമ്പോൾ ഒന്നും ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ കുഴച്ച് വെച്ച മാവ് കല്ലിൽ പരത്തിയിട്ട് ചുട്ടെടുക്കാം. ചിലർ ഇത് പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കും. ഞങ്ങൾക്കിവിടെ പത്തിരി പ്രസ്സൊന്നുമില്ല. ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതിയാണിത്. ആദ്യം ദോശക്കല്ല് വെച്ച് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ മാവൊന്ന് ഇതേപോലെ ചെറിയ ബോൾസിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ഇതേപോലെ പരത്തി കൊടുക്കും. കൈയൊന്നും പൊള്ളാതെ ശ്രദ്ധിച്ചിട്ടാണ് ആക്കുന്നത്. പത്തിരി പ്രസ്സിൽ ആക്കുമ്പോൾ നല്ല ദോശ പോലെ നൈസായിട്ട് കിട്ടും. ഇത് കുറച്ചൊരു തടിയിൽ, എന്നാലും ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിന് ചിക്കൻ കറി, മുട്ടക്കറി, കടലക്കറി ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ഇപ്പോൾ ഞാൻ കറിയൊന്നും വെക്കുന്നില്ല, കാരണം ഇന്നലത്തെ കുറച്ച് കറി ബാക്കിയുണ്ട്, കടലക്കറി ബാക്കിയുണ്ട്. എനിക്കും അമ്മക്കും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വേറെ കറി വെക്കുമ്പോൾ പിന്നെ വേസ്റ്റായിപ്പോവും. അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് ചുട്ടെടുക്കട്ടെ. വീട്ടിൻ്റെ അടുത്ത് എന്തോ ഇലക്ട്രിക്കൽ വർക്ക് നടക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് ഉണ്ട്. പല ദിവസവും പല ശബ്ദങ്ങളാണ് എൻ്റെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ വരിക. ഒന്നിക്കൽ കാക്ക, അല്ലെങ്കിൽ കുട്ടികൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ വല്ല ശബ്ദങ്ങളും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണുക. ഉച്ച സമയത്താണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. എപ്പോഴും വിചാരിക്കും രാവിലെയൊക്കെ എഴുന്നേറ്റിട്ട് ചെയ്യണം, വോയിസ് ഓവർ കൊടുക്കണമെന്ന്. പക്ഷേ പറ്റാറില്ല എന്നാണ് ശരിക്കുള്ള കാര്യം. കുട്ടിയുള്ളതുകൊണ്ട് രാവിലെ ഒന്നും എഴുന്നേറ്റ് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നില്ല. അവൾ രാവിലെ എഴുന്നേക്കും, ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കുകയില്ല. അപ്പോൾ പിന്നെ ഉച്ച തന്നെയാണ് എനിക്ക് ബെസ്റ്റ് ടൈം. അപ്പോൾ നിങ്ങളെങ്ങനെ പത്തിരി ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഫുള്ള് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ പത്തിരി പ്രസ് ഉപയോഗിച്ചാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ, അല്ലെങ്കിൽ മറ്റേ നെയ്പ്പത്തിരിയില്ലേ അത് മാത്രമാണ് ഉണ്ടാക്കൽ, നെയ്യിലിട്ടിട്ടെടുക്കുന്ന കമൻറ്റ് ചെയ്യും. ഏതാണ് ഇഷ്ടം? എനിക്ക് നെയ്പ്പത്തിൽ തന്നെയാണ് ഇഷ്ടം. അതല്ലേ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകുക. ഇതും ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ അതാണ് എൻ്റെ ഫേവറേറ്റ്. നെയ്പ്പത്തിരി, ചിക്കൻ കറി,
അടിപൊളി കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ അമ്മ അവിടെ എന്തോ കറി ചൂടാക്കുക, ഞാൻ പറഞ്ഞല്ലോ കറി ഇന്നലത്തെ ഉണ്ട്. അപ്പോൾ ഇനി രാവിലെ വേറെ കറിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല, കടലക്കറി ഉണ്ട്. അപ്പോൾ അത് ചൂടാക്കാൻ വേണ്ടിയിട്ട് അമ്മ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചതാണ്. ഞാൻ ഈ പരിപാടി രാവിലത്തെ ഈ പത്തിരി ചുടൽ കഴിഞ്ഞാൽ എനിക്ക് മോൾ എഴുന്നേക്കാൻ മുമ്പിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് അലക്കിയെടുക്കാനുണ്ട്. അവൾ എഴുന്നേറ്റാൽ പിന്നെ ഒന്നിനും പറ്റില്ല. ഞാൻ ഇന്ന് ഒരു ഫുൾ ഡേ എടുക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ നല്ല കാര്യം കൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് ഫുഡൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല. ഞാൻ പറഞ്ഞു തരാം, ബാക്കി പറയാം. ഞാൻ ഇന്ന് മുതൽ ഡീസൻ്റ് ആവാം, ഡെയിലി വീഡിയോ ഇടാം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. ഇനി എന്തായാലും നാളെ തൊട്ടാവാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്ന് കാര്യമായിട്ട് വലിയ പരിപാടിയൊന്നും ഇല്ലേനും. അപ്പോൾ കറി അടുപ്പത്ത് വെക്കുന്നുണ്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട്. ഈ രാവിലത്തെ പരിപാടി ഈ കുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡ്രസ്സ് അലക്കൽ അങ്ങനത്തെ പരിപാടിയും കൂടി കഴിഞ്ഞ് ഫുൾ ഫ്രീ ആയിരുന്നു ഇന്ന്. പിന്നെ അടുത്ത വീട്ടിൽ ഇന്ന് പെരുന്നാളാണല്ലോ, അപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് വിളിച്ചു പറയുന്നു ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കണ്ട, ഉച്ചക്കത്തെ ഭക്ഷണം ഞങ്ങൾ തരുമെന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കുക്കിംഗ് ഒന്നുമില്ല. പിന്നെ അമ്മയും വീട്ടിലില്ലായിരുന്നു, അമ്മ ഒരു സ്ഥലം വരെ പോയതാണ്. ഞാനും മോളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചിരുന്നു ഞാനും അവളും മാത്രമുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഒന്നും ചെയ്യാനില്ല പിന്നെ എന്ത് ചെയ്തെടുക്കാനാണ് ഞാൻ വീഡിയോയിൽ. അപ്പോൾ പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം അലക്കാൻ പോയി കേട്ടോ. ചില ദിവസം വിചാരിക്കുക ഡെയിലി വീഡിയോ ഇടണം, നന്നാവണം, വരുമാനമൊക്കെ വാങ്ങണമെന്ന്. പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കതിനൊരു മൂഡുണ്ടാവില്ല. ഒന്നിക്കൽ കുഞ്ഞ് രാവിലെ തന്നെ എഴുന്നേറ്റ് കരച്ചിലും പിടിച്ചലും അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാവും, പിന്നെ നമ്മളെ മൂടങ്ങ് പോവും. അപ്പോൾ ഇനി മുതൽ നന്നാവാമെന്നല്ല ഞാൻ ഇന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ നാളെ ചിലപ്പോൾ എൻ്റെ മൂടങ്ങ് മാറിക്കളയും. അപ്പോൾ ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുത്തതാണ് ഫസ്റ്റ്. ഇനി വേഗം ഈ പരിപാടി. അപ്പോൾ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരി വരണ്ട, ഞാൻ ഇങ്ങനെയാണ് അലക്കുക. ഡ്രസ്സിൻ്റെ മുകളിൽ തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കവറൊക്കെ ചുറ്റിയിട്ടാണ് ഞാൻ അലക്കുക. വേസ്റ്റ് വെള്ളം, അഴുക്ക് വെള്ളം മേത്താവണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്യുക. അപ്പം എൻ്റെ ഡ്രസ്സ് അലക്കലും തിരുമ്പലും എല്ലാം കഴിഞ്ഞ് ആറിയിടുകയാണ് ഇപ്പം ഞാൻ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഇനി എന്താ ചെയ്യുക അടുത്ത പരിപാടി. ഈ സമയം തന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞിരുന്നു ഫുഡൊന്നും ഉണ്ടാക്കല്ലേ, ഉച്ചക്കത്തെ ഭക്ഷണം ഞങ്ങൾ കൊണ്ടുത്തരാമെന്ന്. ഇതേ കിടക്കണം എൻ്റെ വ്ളോഗ് ഇങ്ങനെ. വേറെ വീഡിയോ ഒന്നും ഞാനിന്ന് എടുത്തിട്ടില്ല. ഇന്ന് വീഡിയോ ഇടേണ്ട ദിവസമാണ്, 3 ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഡ്രസ്സ് അലക്കലെല്ലാം കഴിഞ്ഞ് ഞാൻ വേഗം ചായ കുടിക്കാനിരുന്നേ. അപ്പോൾ കുഞ്ഞി ഇതൊന്നും കഴിക്കില്ല, അവൾ കുറുക്ക് മാത്രമേ കഴിക്കൂ. ഇപ്പോഴും 2 വയസ്സായി, ഇതൊന്നും കഴിക്കില്ല. എത്ര ശ്രമിച്ചാലും കഴിക്കില്ല. ഞാൻ എന്ത് ചെയ്യാനാണ്, എനിക്കൊരു വഴിയും അറിഞ്ഞൂടാ. ഇനി എന്ത് ചെയ്യും, 1 വർഷം കൂടി കഴിഞ്ഞ് അംഗൻവാടി പോകേണ്ട ആളാണ് ഈ ഇരിക്കുന്നത്. അപ്പോഴേക്ക് ശരിയാവുമായിരിക്കുമല്ലേ. അപ്പോൾ പിന്നെ പരിപാടി ഇവളെ കൂടെ കളിക്കുക, അടിച്ചു വാരലും തുടക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ വലിയ പ്രതീക്ഷയിൽ തുടങ്ങിയ വീഡിയോ ആയിരുന്നു. എന്തായാലും സാരമില്ല, കുറച്ച് വിശേഷങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ നിന്ന് കിട്ടിയ ഫുഡ് എന്ന് പറഞ്ഞാൽ ചിക്കൻ കറിയും പിന്നെ സാലഡും ചമ്മന്തിയും പപ്പടം അടക്കം അവർ കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും ഈദ് മുബാറക്ക് വൺസ് അഗെയിൻ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.